ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഓഗസ്റ്റ് 27-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ PDF ഫോർമാറ്റിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫെയർ നോക്കാം. ബയോ E3 പോളിസി എന്ന് പറയുന്ന ഒരു പോളിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബയോ E3യുടെ ഫുൾ ഫോം വരുന്നത് ബയോടെക്നോളജി ഫോർ എക്കണോമി, എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതാണ് 3 E-കൾ. E3 എന്ന് പറയുന്നത് എക്കണോമി, എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്കീം ടു എയിം ടു റെവല്യൂഷണലൈസ് biotechnology in India by boosting sustainable biomanufacturing across sectors like healthcare, agriculture and environmental conservation. അതായത് ഹെൽത്ത് കെയർ, പിന്നെ അതുപോലെ കൃഷി, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, അങ്ങനെ പല സെക്ടറുകളിൽ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ബയോ E3 പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. It fosters innovation, supports national priorities, and enhances employment through advanced biotechnological process. അപ്പോൾ ഇങ്ങനെ ബയോടെക്നോളജി ഉപയോഗിച്ച് പല മേഖലകളിലും പ്രൊഡക്ഷൻ നടത്താന്ന് പറയുമ്പോൾ ആ മേഖലകളിലെല്ലാം എംപ്ലോയ്മെന്റ് കൂട്ടാനായിട്ട് സാധിക്കും. ബയോടെക്നോളജി ഈസ് എ ടെക്നോളജി ദാറ്റ് യൂട്ടിലൈസസ് ബയോളജിക്കൽ സിസ്റ്റംസ്, ലിവിങ് ഓർഗാനിസംസ് ഓർ പാർട്സ് ഓഫ് ദിസ് ടു ഡെവലപ്പ് ഓർ ക്രിയേറ്റ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ്. അതായത് എന്താണ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്നാണ് പറയണത്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് പല ബയോളജിക്കൽ സിസ്റ്റംസിനെയും അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പല പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിനെ ബയോടെക്നോളജി എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ബയോ E3 പ്രോജക്റ്റ് അല്ലെങ്കിൽ ബയോ E3 പോളിസിയിലെ 3 E-കൾ എന്തൊക്കെയാണ്? എക്കണോമി, എൻവയോൺമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പരഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടാണ്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം. പരഖ് മീൻസ് പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഒന്നുകൂടി പറയാം. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ holistic development. It is an initiative launched within NCERT in 2023 to standardize സ്കൂൾ ബോർഡ് അസസ്മെന്റ്സ് അക്രോസ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സ്കൂൾ ബോർഡുകളിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2023 NCERT കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് പരഖ് എന്ന് പറയുന്നത്. എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂൾ ബോർഡുകളിലും ഒരേ മോഡലിലുള്ള അസസ്മെന്റ് മെക്കാനിസം കൊണ്ടുവരിക. Primary aim is to set norms, standards, and guidelines for student assessment and implement activities related to these assessments as outlined by National Education Policy 2020. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ സ്കൂൾ ബോർഡുകളിലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെക്കാനിസം കൊണ്ടുവരാം. അത് അവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും അവരുടെ പഠന രീതികളിലായാലും പഠനത്തിന്റെ സിലബസിലായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ എയിം. പരഖ്സ് ഗോൾ ഇസ് ടു ബ്രിങ് സ്കൂൾ ബോർഡ്സ് ഫ്രം വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓൺ ടു എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ യൂണിഫോം അസസ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്കൂൾ ബോർഡുകൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പരഖിന്റെ ഉദ്ദേശം. അപ്പോൾ അതിന്റെ ഫുൾ ഫോം നോക്കുക. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുദ്ര ലോണുകളെ കുറിച്ച്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലോഞ്ച്ഡ് ഇൻ 2015 ടു എക്സ്റ്റെൻഡ് അഫോർഡബിൾ ക്രെഡിറ്റ് ടു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, bringing them into the formal financial system and funding the unfunded. അതായത് മൈക്രോ സ്മോൾ എന്റർപ്രൈസുകൾക്ക് വായ്പകൾ നൽകുക എന്ന അഫോർഡബിൾ ആയിട്ട് വായ്പകൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി 2015 ലോഞ്ച് ചെയ്തതാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വഴി
ഈ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസുകളെ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാനും പറ്റും. ഫണ്ട് ഇല്ലാത്തവർക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിനുണ്ട്. ഈ ഒരു പദ്ധതി പ്രകാരം പ്രധാനമായും 3 ടൈപ്പിലുള്ള ലോണുകളാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ശിശു, കിഷോർ, തരുൺ, ഈ 3 പേരുകളിലാണ് ലോൺ അറിയപ്പെടുന്നത്. അത് എത്ര രൂപയാണ് ലോണായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ റേഞ്ചാണ് ഈ ഒരു 3 ടൈപ്പിലും വ്യത്യാസം. ശിശുവിലാണെങ്കിൽ ലോൺസ് അപ് ടു 50,000, 50,000 രൂപ വരെയുള്ള ലോണുകളാണ് ശിശു സ്കീമിൽ കൊടുക്കുക. കിഷോറിലാണെങ്കിൽ ലോൺസ് എബവ് 50,000 ആൻഡ് അപ് ടു 5 lakhs, 5 ലക്ഷം വരെ, 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ളതാണ് കിഷോർ സ്കീമിൽ കൊടുക്കുക. തരുണിലാണെങ്കിലോ ലോൺസ് എബവ് 5 lakh ആൻഡ് അപ് ടു 10 lakh, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോൺസ് തരുൺ സ്കീമിലാണ് കൊടുക്കുക. അപ്പൊ ഇതാണ് മുദ്ര യോജനയെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സ്കീം ഇപ്പോൾ ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, മുദ്ര 2.0 എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് ദ പ്രപ്പോസ്ഡ് നെക്സ്റ്റ് phase of PMMY scheme aiming to expand and enhance support for micro enterprises, especially in underserved regions. അതായത് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതിയും ഉദ്ദേശിക്കുന്നത് മൈക്രോ സ്മോൾ എന്റർപ്രൈസുകളെയാണ്. അതിൽ തന്നെ അണ്ടർ സർവ്ഡ് റീജിയൻസ്, അതായത് ഈ മുദ്ര 1.0 ലോഞ്ച് ചെയ്തപ്പോൾ കൂടുതൽ ആക്സസ് കിട്ടാത്ത കുറെ റീജിയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ റീജിയൻസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് മുദ്ര 2.0 ലക്ഷ്യമിടുന്നത്. എസ്റ്റാബ്ലിഷ് ന്യൂ സെന്റേഴ്സ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ലിറ്ററസി, മെന്റർഷിപ്പ് ആൻഡ് ബിസിനസ് സപ്പോർട്ട്. അപ്പോൾ ഈ ലോൺ മാത്രം കൊടുത്താൽ പോരാ, ഈ ലോൺ കിട്ടുന്ന ആളുകൾക്ക് ഇതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിൽ അവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കണം, അവർക്കൊരു ഗൈഡൻസ് കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ പുതിയ സെന്ററുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഗ്രാമീണ മേഖലകളിലും സെമി അർബൻ മേഖലകളിലും. അപ്പൊ അങ്ങനെ അവർക്ക് ഈ രീതിയിൽ പൈസ മാത്രം കൊടുത്ത് സപ്പോർട്ട് ചെയ്യാന്നല്ല, അല്ലാണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി, മെന്റർഷിപ്പും ബിസിനസ് സപ്പോർട്ടും ഒക്കെ കൊടുത്ത് അവരുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഇൻട്രൊഡ്യൂസ് ദ എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു റെഡ്യൂസ് റിസ്ക് ഫോർ ബാങ്ക് ആൻഡ് എൻകറേജ് മോർ ലെൻഡിങ് ടു സ്മോൾ എന്റർപ്രൈസസ്. അപ്പോൾ ഈ ഒരു പദ്ധതി വഴി എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ചെറിയ എന്റർപ്രൈസുകൾ അവരുടെ ബിസിനസ് കൂടുതലായിട്ട് നടപ്പിലാക്കാൻ ഈ ഒരു പദ്ധതി എൻകറേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പദ്ധതി പ്രകാരം വായ്പകൾ കൊടുക്കുമ്പോൾ ബാങ്കുകൾക്ക് ഉണ്ടാവുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു മുദ്ര 2.0 എന്ന് പറയുന്ന പദ്ധതി ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് പദ്ധതി വരുന്നത് നിപുൺ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. അതും എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ദ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദി നിപുൺ ഭാരത് ഇനീഷ്യേറ്റീവ് ഇൻ രാജ്യസഭ. നിപുണിന്റെ ഫുൾ ഫോം വരുന്നത് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫഷൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി. അതിന്റെ ഷോർട്ട് ഫോം ആണ് നിപുൺ എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് രാജ്യസഭയിൽ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഈ നിപുൺ ഭാരത് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു മിഷൻ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അണ്ടർ ദ സെൻട്രലി സ്പോൺസർഡ് സ്കീം ഓഫ് സമഗ്ര ശിക്ഷ. ആ ഒരു സ്കീമിന്റെ സമഗ്ര ശിക്ഷ എന്ന സ്കീമിന്റെ താഴെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു മിഷൻ ആദ്യമായി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അത് രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ് പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് പ്രീ സ്കൂൾ മുതൽ 3ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ദ മിഷൻ എയിംസ് ഫോർ യൂണിവേഴ്സൽ അക്വിസിഷൻ ഓഫ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽ ബൈ 2026-27, ആപ്ലിക്കബിൾ ടു ഓൾ ഗവൺമെന്റ് എയ്ഡഡ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ്. അതായത് എല്ലാ സ്കൂളുകളിലും, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളാണെങ്കിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളാണെങ്കിലും ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഫൗണ്ടേഷണൽ ലിറ്ററസിയും ന്യൂമറസി സ്കിൽസും അക്വയർ ചെയ്യണം. ഏത് സമയമാകുമ്പോഴേക്കും 2026-27 ആകുമ്പോഴേക്കും ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽ ഉണ്ടായിരിക്കണം. അത് യൂണിവേഴ്സലി, അതായത് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സ്കൂളുകൾക്കും ഈ ഒരു സ്കില്ല് കിട്ടണം എന്നുള്ള രീതിയിലാണ് നിപുൺ ഭാരത് മിഷന്റെ എയിം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം അഥവാ IDSP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്.
It is a decentralized and state-based surveillance system. It was initiated in November 2004 by the Ministry of Health and Family Welfare, Government of India, with assistance from World Bank. അതായത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് 2004 നവംബറിൽ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് അഥവാ സ്റ്റേറ്റ് ബേസ്ഡ്, അതായത് ഓരോ സംസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സർവൈലൻസ് സിസ്റ്റം ആണ്. ഇതിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത് എൻഹാൻസ് എ ഡീസെൻട്രലൈസ്ഡ് ലബോറട്ടറി ബേസ്ഡ് IT എനേബിൾഡ് ഡിസീസ് സർവൈലൻസ് സിസ്റ്റം. അതായത് ഈ രോഗനിർണയം ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക, അത് ലബോറട്ടറികളും അതുപോലെ IT എനേബിൾഡ് സർവീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിസീസ് സർവൈലൻസ് ചെയ്യാനായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് IDSP എന്ന് പറയുന്നത്. റീസെന്റ് ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ഇൻ ദ ലോക്സഭ ദാറ്റ് IDSP record 1862 disease outbreaks last year, with Kerala reporting the highest number. അപ്പോൾ അടുത്തിടെ ലോകസഭയിൽ IDSPയുടെ ഒരു റിപ്പോർട്ട് പറഞ്ഞ സമയത്ത് ലാസ്റ്റ് വർഷം, അതായത് ലാസ്റ്റ് ഇയറിൽ 1862 ഡിസീസ് ഔട്ട്ബ്രേക്സ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്സ് വന്നിരിക്കുന്നത് കേരളത്തിലാണ്. IDSPയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഡിസീസ് ഔട്ട്ബ്രേക്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ എന്താണ് IDSPയുടെ ഫുൾ ഫോം നോക്കാം. ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 2004 ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഉപഹാർ പോർട്ടലിനെ കുറിച്ചിട്ടാണ്. ഉപഹാർ is an auction portal created by the President Secretariat or Rashtrapati Bhavan to auction gifts received by the President and former presidents. അതായത് നിലവിലെ പ്രസിഡന്റിനും ഇന്ത്യയുടെ മുൻപത്തെ പ്രസിഡന്റുമാർക്കൊക്കെ കിട്ടിയിട്ടുള്ള പല ഗിഫ്റ്റുകൾ ഉണ്ടാവും. അത് ലേലത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പോർട്ടലാണ് ഉപഹാർ. രാഷ്ട്രപതി ഭവനാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് കോൺസെപ്ഷ്യലൈസ്ഡ്, ഡിസൈൻഡ്, ഡെവലപ്ഡ് ആൻഡ് ഹോസ്റ്റഡ് ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഈ ഒരു പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിൽ? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയുടെ കീഴിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ് ഈ ഒരു പോർട്ടൽ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ നോട്ട്സ് കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.